ടി വി പ്രസാദ്, ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചിലരുടെ സഹായത്തോടു കൂടി ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളും കട്ടളപ്പാളികളും ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലുകളും ശബരിമലയിൽ നിന്ന് അഴിച്ചെടുത്ത് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നു. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് അത് ഒരുക്കിയെടുക്കുന്നു. ഓർമ്മിക്കണം ടി വി പ്രസാദ്, ആദ്യം നമ്മൾ അഭിഭാഷകനോട് പറയുമ്പോൾ അഭിഭാഷകൻ നമുക്ക് നൽകിയ ആദ്യത്തെ ബൈറ്റിൽ, എക്സ്ക്ലൂസീവ് ബൈറ്റിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ ഉരുക്കിയെടുക്കുന്ന പരിപാടിയൊന്നും അവിടെയില്ല, ചെമ്പിൽ സ്വർണം പൂശുന്ന പരിപാടി മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മളോട് കള്ളം പറഞ്ഞിരുന്നു ഈ സ്മാർട്ട് ക്രിയേഷൻസ്. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 1 കിലോയ്ക്കടുത്ത് ഈ കട്ടളപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പപാളികളിൽ നിന്നും സ്വർണം ഉരുക്കിയെടുത്തിരുന്നു. ആ ഉരുക്കി മാറ്റിയ സ്വർണത്തിൽ നല്ലൊരു ഭാഗം കൊടുത്തിരിക്കുന്നത് ഗോവർദ്ധനാണ്, മറ്റൊന്ന് കൊടുത്തിരിക്കുന്നത് കൽപേഷിനാണ്. 96 ഗ്രാം, 100 ഗ്രാമിന് അടുത്തെടുത്തിരിക്കുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരി തന്നെയാണ്. ഈ 2 അറസ്റ്റുകളും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിയിലേക്ക് എത്തിക്കുന്നതല്ലേ, നിർണായകമായ ഘട്ടത്തിലല്ലേ ഇപ്പോൾ ഈ അന്വേഷണം വൻ തോക്കുകളിലേക്ക്, ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കണ്ടതോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ആയ ആളുകളിലേക്കല്ല, പകരം അതിനും മുകളിലുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന സൂചനയല്ലേ ടി വി പ്രസാദ്? വൻ തോക്കുകൾ കുടുങ്ങുമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും നമുക്കിതിനെ 2 ഘട്ടമായി തിരിക്കാം എന്ന് തോന്നുന്നു അരുൺ. ആദ്യഘട്ടത്തിൽ അരുൺ പറഞ്ഞതുപോലെ പോറ്റിയിൽ നിന്നാണ് ആദ്യ അറസ്റ്റ്. പോറ്റിയെ നമുക്കറിയാം, പോറ്റി തട്ടിപ്പുകാരനാണ്. പോറ്റി ഇതിൽ എല്ലാ സംവിധാനങ്ങളിലുമുണ്ട്. പക്ഷേ പോറ്റിക്ക് ശേഷം നേരെ കടന്നത് ഉദ്യോഗസ്ഥരിലേക്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ്, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു തുടങ്ങിയിട്ടാണ് പിന്നീട് CPIMന്റെ സഹയാത്രികനും മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ N വാസുവിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. അതിനുശേഷം CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായ A പത്മകുമാറിലേക്ക് എത്തുന്നു, ശ്രീകുമാറിലേക്ക് എത്തുന്നു. ഇതാണ് നിലവിൽ മോഷ്ടിക്കാൻ കൂട്ടുനിന്നതും മോഷ്ടിക്കാനുള്ള സാങ്കേതിക സഹായം ചെയ്തവരുമായവരുടെ പട്ടിക. പക്ഷേ അവിടെ തന്നെ ചില കുറവുകളുണ്ട് അരുൺ. ഇനി അതുകൂടി എങ്ങനെ പൂരിപ്പിക്കും എന്നുള്ളതുണ്ട് ചോദ്യം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. അതായത് A പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാനും സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാനും ആദ്യം അപേക്ഷ കൊടുത്തത് ദേവസ്വം വകുപ്പിനാണ് എന്ന്. അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി. എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോയില്ല? ഒന്ന് തീർന്നില്ല. ഇതിന്റെ എല്ലാ ഇടപാടുകളിലും CK വാസുദേവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ CK വാസുദേവനിലേക്ക് അന്വേഷണം അവിടെ പോയില്ല. ഇപ്പോൾ നടന്നിരിക്കുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ്. അതായത് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിൽ നിന്ന് വേർതിരിച്ച സ്വർണം മാത്രമാണോ, അതല്ല ദ്വാരപാലകരുടെ ശില്പങ്ങളുടെ ആ പാളികൾ അതുപോലെ തന്നെയാണോ കടത്തിയത്, കട്ടിളപ്പടിയിലെ ആ പടി അതുപോലെ തന്നെയാണോ കടത്തിയത് എന്നതിൽ ഇനിയും കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ 1 കിലോയിലേറെ സ്വർണം വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അരുൺ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. വലിയ ശൃംഖലയിലേക്ക് ഇത് പോവുകയാണ് എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്ന് കേരളത്തിന് പുറത്തുള്ള ഒരു ശൃംഖലയിലേക്ക് പോകുന്നു. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ സ്മാർട്ട് ക്രിയേഷൻസിലെ CEO പങ്കജ് ഭണ്ഡാരി വരുന്നു. ഗോവർദ്ധൻ റോത്തം ജ്വല്ലറിയിലെ ഉടമയും അതുപോലെ തന്നെ അവിടുത്തെ സ്വർണ്ണ വ്യാപാരിയുമായ ടി വി പ്രസാദ്, എനിക്കൊന്നത് ശബ്ദത്തിൽ ചെറിയൊരു തടസ്സമുണ്ട്. താങ്ക് യു ടി വി പ്രസാദ്, താങ്ക് യു. അപ്പോൾ ടി വി പ്രസാദ് പറഞ്ഞു നിർത്തിയതുപോലെ ഇത് 2 ഘട്ടങ്ങളാണ്. ആദ്യഘട്ടത്തിലെ അന്വേഷണം പത്മകുമാറും ദേവസ്വം ബോർഡും എത്തി നിൽക്കുമ്പോൾ, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിനു മുകളിലുള്ളവരിലേക്കോ അവർ തന്നെ പറഞ്ഞ ദൈവതുല്യരെന്നൊക്കെ പറഞ്ഞ ആളുകളിലേക്കൊക്കെ അന്വേഷണം എത്തിച്ചേരുമോ എന്നുള്ളതാണ്. റോത്തം ജുവലറിയിൽ പോയി തുടർച്ചയായി പൂജ നടത്തിയത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പൂജ നടത്താൻ പോയതാരാണ്? ഇവർക്കൊക്കെ ഈ ഏർപ്പാടുകളിൽ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾക്കായി കേരളം കാത്തിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ കോടതിയുടെ ഇന്നലത്തെ വിമർശനം SITയെ സംബന്ധിച്ച് ഒരു താക്കീത് കൂടിയാണ്. ഒരാലസ്യവും അരുത്. ആരാണ് അപ്പുറത്തെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ അന്വേഷണത്തിലേക്ക് എത്തുക തന്നെയാണ് വേണ്ടത്. ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിന് ചില ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും. പ്രേക്ഷകർ കാത്തിരിക്കൂ.